കോഴിക്കോട് നഗരത്തിന്റെ ഏറ്റവും വലിയ ആകർഷണമാണ് കോഴിക്കോട് ബീച്ച്. ദിവസേന നിരവധി പേരാണ് അവിടെ എത്തുന്നത്. പക്ഷേ ഈ ബീച്ച് കേന്ദ്രീകരിച്ച് വലിയ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. ഡ്രഗ് ഡീലേഴ്സും സെക്സ് റാക്കറ്റും കണ്ടുമുട്ടുന്ന ഇടം. കോഴിക്കോട് ബീച്ചിലെത്തിയ 16-കാരിയെ കൂട്ടബലാത്സംഗത്തിനു ശേഷം ഉപേക്ഷിച്ചു പോയ സംഘത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ പുറത്തുവന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. കോഴിക്കോട് ബീച്ച് കേരളത്തിലെ മറ്റു ബീച്ചുകൾ പോലെയല്ല. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യർ തടിച്ചുകൂടുന്ന ഇടമാണത്. പ്രത്യേകിച്ചും രാത്രി മുഴുവൻ ബീച്ചിൽ തങ്ങുന്ന മനുഷ്യരുണ്ട്. കൗമാരക്കാരും യുവാക്കളും ഒരുമിച്ചിരുന്ന് പാട്ടുപാടുന്നത് കാണാം. തെരുവ് കച്ചവടക്കാരെയും കാണാം. സൊറ പറഞ്ഞിരിക്കാൻ കുടുംബവുമായി എത്തുന്ന അനേകം മനുഷ്യരെയും കോഴിക്കോട് ബീച്ചിൽ സ്ഥിരമായി കാണാം. എന്നാൽ ഇതിനിടയിൽ ലഹരിയുടെ ലോകത്ത് അഭിരമിക്കുന്ന ആളുകളുമുണ്ട്. ബീച്ചിലെ തിരക്കിനിടയിൽ അധികമാരും ശ്രദ്ധിക്കില്ല. പോലീസിന്റെ കണ്ണിൽപ്പെടില്ല. നേരം പുലരുവോളം ന്യൂജൻ ലഹരിയുടെ കിക്കിലങ്ങനെ കഴിഞ്ഞുകൂടുന്ന മനുഷ്യരും ഈ ബീച്ചിലുണ്ട്. ലഹരി ഉപയോഗിക്കുമ്പോൾ അവന് അപ്പോഴാണ് ഇല്ലാത്ത ധൈര്യം അവനുണ്ടാവുന്നത്. നമുക്ക് എക്സൈസിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2024 പിടിച്ച ലഹരി കേസുകളുടെ എണ്ണത്തിലേക്കാൾ ഇരട്ടി കേസുകളാണ് 2025 ഞങ്ങൾ ഡിറ്റക്ട് ചെയ്തത്. അത് പിടിച്ചെടുക്കുന്ന ലഹരി വസ്തുക്കളുടെ അളവിലും അങ്ങനത്തെ 16-കാരിയെ 4000 രൂപയ്ക്ക് വിറ്റ് ലഹരി നൽകി പീഡിപ്പിച്ചതാണ് ഏറ്റവും ഒടുവിൽ ഏറെ വേദനിപ്പിച്ച വാർത്തകളിലൊന്ന്. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിനിയായ പെൺകുട്ടി വീട്ടുകാരുമായി പിണങ്ങിയിറങ്ങി. ഒടുവിലെത്തിയത് കോഴിക്കോട് ബീച്ചിൽ. പിണക്കത്തിന് മനസ്സിലുണ്ടാക്കിയ ഗൗരവം മാറുന്നതുവരെ കടലിനോട് കഥ പറഞ്ഞിരിക്കാൻ ആരും അറിയാതെ വന്നതാവണം. 20-നെത്തിയ പെൺകുട്ടി 21-ാം തീയതി പുലർച്ചെ വരെ ബീച്ചിലുണ്ടായിരുന്നു. ഒറ്റയ്ക്കിരിക്കുന്ന പെൺകുട്ടിയെ ചുറ്റി പല കണ്ണുകളും തലങ്ങും വിലങ്ങും പാഞ്ഞിരിക്കണം. ഇതിനിടയ്ക്ക് 2 യുവാക്കൾ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ചു. അവളുടെ കഥകളൊക്കെ പറഞ്ഞപ്പോൾ യുവാക്കൾ അവസരം മുതലെടുത്തു. ജോലി നൽകാം, താമസിക്കാൻ സ്ഥലം നൽകാം, ഭക്ഷണം നൽകാം എന്നൊക്കെയായിരുന്നു വാഗ്ദാനം. തനിക്കൊപ്പം കൂടിയ ഈ 2 സുഹൃത്തുക്കൾ അല്ലാതെ മറ്റു ചില കപടമുഖങ്ങൾ കൂടെ ചതിയുമായി കാത്തിരിക്കുന്നത് പെൺകുട്ടി അറിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. ബീച്ചിൽ നിന്ന് പരിചയപ്പെട്ട യുവാക്കൾ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം സമ്മതം മൂളി അവൾ പരിഭവങ്ങൾക്ക് കിട്ടിയ ആശ്വാസം എന്നോണം അവരുടെ കൂടെ പോയി. എന്നാൽ ഇതിനിടയ്ക്ക് പുതുപ്പാടിയിലെ യുവാക്കളുമായി സുഹൃത്തുക്കൾ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള കച്ചവടം ഉറപ്പിച്ചിരുന്നു. നേരെ കൊണ്ടുപോയത് പന്തീരങ്കാവിലുള്ള പുതുപ്പാടി സ്വദേശികൾ താമസിക്കുന്ന ഫ്ലാറ്റിലേക്കാണ്. അവിടെ ഉണ്ടായിരുന്ന 2 പേർ പെൺകുട്ടിക്ക് ലഹരി നൽകി. ലഹരിയുടെ ആസക്തിയിൽ പെൺകുട്ടിയുടെ സ്വബോധം മുറിഞ്ഞു പോകുമെന്ന് ഇവർക്കറിയാമായിരുന്നു. യുവാക്കൾ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ചെയ്തു. 22-ന് രാത്രിയിൽ തന്നെ കാസർഗോഡ് സ്വദേശികൾ പെൺകുട്ടിയെ ബീച്ചിൽ തിരികെ കൊണ്ടുവിട്ടു. രാത്രിയിൽ പെട്രോളിംഗ് നടത്തുന്ന വനിതാ പോലീസാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. കാസർഗോഡ് സ്വദേശികളായ ഷമീമും റിയാസും ചേർന്നാണ് പെൺകുട്ടിയെ ഫ്ളാറ്റിൽ എത്തിച്ചിരുന്നത്. കൗമാരക്കാരായ വിദ്യാർത്ഥികളാണ് പലപ്പോഴും ഇത്തരം ലഹരി സംഘങ്ങളുടെ വലയിൽ വീഴുന്നത്. 16-ന്റെ പുഞ്ചിരിയിലേക്ക് കഴുകൻ കണ്ണുകൾ ലഹരിയുമായി എത്തിയത് ആ കുടുംബത്തിനും ഹൃദയമുള്ള സമൂഹത്തിനും തീർത്താൽ തീരാത്ത വേദനയാണ്.